അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാമി 9ാമത്തെ പാഠം ബശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. പരിഹാസത്തിലൂടെ ഖുർആൻ പറഞ്ഞൊരു വാക്കാണ്. ഈ പാഠഭാഗത്തിലെ പ്രധാന ചർച്ച എന്ന് പറഞ്ഞാൽ സക്കാത്ത്, അതായത് ശരീരത്തിൻ്റെ സക്കാത്ത്, ഫിത്ർ സക്കാത്ത്, സമ്പത്തിൻ്റെ സക്കാത്ത്, ഇതിനെക്കുറിച്ചുള്ള പ്രധാന ചർച്ചയാണ്. ആർക്കാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുക, അതുപോലെ സമ്പത്തിൻ്റെ സക്കാത്ത് ആർക്ക് നിർബന്ധമാവും, ഏതൊക്കെ ഇനങ്ങളിലാണ് ഫിത്ർ സക്കാത്ത് സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത്, പിന്നെ സ്വർണം വെള്ളിയുടെ കണക്കെത്രയാണ്, എത്ര ശതമാനം കൊടുക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇതിലുണ്ട്. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ ഫിത്ർ സക്കാത്തിൻ്റെ കൊടുക്കൽ നിർബന്ധമായതിൻ്റെ സമയം, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. പാഠത്തിൽ വളരെ ഷോർട്ടായിട്ട്, അതായത് കൂടുതലായിട്ടൊന്നും പറയാതെ തന്നെ ഇതിൽ വായിച്ച് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന രൂപത്തിൽ അത് വിവരിച്ചിട്ടുണ്ട്. ആർക്കും ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാവും. അതിവിടെ വിശദീകരിക്കുന്നില്ല. ഈ ഭാഗങ്ങളൊക്കെയാണ് ഈ പാഠഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തദ്രീബാത്തിൻ്റെ ഭാഗങ്ങൾ മാത്രം ഒന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. ഓക്കെ, തദ്രീബാത്തിൽ ആദ്യമായിട്ട് നഖ്താറുൽ മുനാസിബാണ്, യോജിച്ചത് ശരിയായത് എഴുതാനുള്ളതാണ്. ഒന്ന്, ഇതിന് സക്കാത്ത് നിർബന്ധമല്ല. കുട്ടിയുടെ മുതൽ, സ്ത്രീയുടെ മുതൽ, പൊതുമുതലാണ് ശരിയുത്തരം. 2, സ്വർണത്തിൻ്റെ കുറഞ്ഞ നിസാബ്, അതായത് സ്വർണം സക്കാത്ത് കൊടുക്കാൻ ഏറ്റവും കുറഞ്ഞത് എത്ര വേണമെന്നുള്ളത്. 595 ഗ്രാം, 960 ഗ്രാം, 85 ഗ്രാം. 85 ഗ്രാമാണ് ശരിയുത്തരം. 3, സക്കാത്ത് നിർബന്ധമുള്ള പഴം, ആപ്പിള്, ഓറഞ്ച്, മുന്തിരിയിലാണ് സക്കാത്ത് നിർബന്ധമുള്ളത്. ഇനി താഴെ നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനുള്ളതാണ്. 1, സക്കാത്തിൻ്റെ അവകാശികൾ എത്ര? 8. 2, നനക്കാൻ ചിലവില്ലാത്ത നെല്ലിന് എത്ര ശതമാനം സക്കാത്ത് കൊടുക്കണം? ചിലവൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ 10% സക്കാത്ത് കൊടുക്കണം. 3, സ്വർണത്തിന് എത്ര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഉത്തരം 2.5%. 4, ഒരാൾക്ക് വേണ്ടി എത്രയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഒരു സാൾ, അതായത് 4 മുദ്. ഓക്കെ, ഇനി താഴെ നക്തുബു ഫിക്ര, പാരഗ്രാഫ് എഴുതാണ്ട്. 1, ഫിത്ർ സക്കാത്ത്, അതിനെക്കുറിച്ച് എഴുതേണ്ടത് ശരീരത്തിൻ്റെ സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. റമദാനിൽ അവസാന ദിവസത്തെ സൂര്യാസ്തമയത്തോടെ നിർബന്ധമാവും. അനുയോജ്യമായ വീട്, ആവശ്യമായ പരിചാരകൻ, കടമുണ്ടെങ്കിൽ വീട്ടാനാവശ്യമായ ധനം, പെരുന്നാളിൻ്റെ രാപ്പകലുകളിൽ തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും ആവശ്യമായ ഭക്ഷണം, വസ്ത്രം എന്നിവക്കാവശ്യമായതിലധികം ധനമുള്ളവർ തൻ്റെയും ആശ്രിതരുടെയും, അതായത് നമ്മൾ കുടുംബക്കാർ, അവർക്കും ഫിത്ർ സക്കാത്ത് നൽകണം. പിന്നെ ഒരു സാണ് നൽകേണ്ടത്. പിന്നെ അതിൻ്റെ സമയം മറ്റൊക്കെ വിശദമായി പറയുന്നുണ്ട്. ഇത് ഈ കാര്യങ്ങളെങ്കിലും ഷോർട്ടാക്കിയിട്ട് അവിടെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി അടുത്തത് തഖ്സീസ്. ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങൾ തയ്യാറാക്കി അവിടെ ഉത്തരങ്ങൾ എഴുതുക. ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടാണ്. ഖജനാവിൽ പണം കുമിഞ്ഞുകൂടി ആരുടെ കാലത്ത്? ഉത്തരം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. 2ാമത്തെ ചോദ്യം, സക്കാത്ത് എത്ര വിധം, ഏതൊക്കെ? 2 വിധം. 1, ശരീരത്തിൻ്റെ സക്കാത്ത്, അതായത് ഫിത്ർ സക്കാത്ത്. 2, സമ്പത്തിൻ്റെ സക്കാത്ത്. ഇനി 3ാമത്തെ ചോദ്യം, സക്കാത്ത് നിർബന്ധമായ വസ്തുക്കൾ ഏതൊക്കെയാണെന്നാണ്. ഇവിടെ ചെറുതാക്കി ഇതിൽ കൊള്ളിച്ച് എഴുതിയതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. 1, ആട്. 2, മാട്. 3, ഒട്ടകം. 4, ധാന്യം. 5, ഈത്തപ്പഴം. 6, മുന്തിരി. 6 മുന്തിരി, 7 സ്വർണം, 8 വെള്ളി. ശ്രദ്ധിച്ച് നിങ്ങൾ അവിടെ ചിലപ്പോൾ ഇതിൽ അവിടെ സ്ഥലം കമ്മിയായതുകൊണ്ട് ടൈറ്റാക്കി എഴുതുക, നോക്കാം. ഇനി അതുപോലെ ഒരു ക്വസ്റ്റ്യൻ അടുത്തത് എഴുതിയത്. 4ാമത്തെ ക്വസ്റ്റ്യനും സക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ്? 8 അവകാശികളുണ്ടല്ലോ. 1, ഫക്കീർ. 2, മിസ്കീന്.
3 സക്കാത്ത് ഉദ്യോഗസ്ഥർ, അതായത് സക്കാത്തിൻ്റെ പിരിക്കുന്ന ഇസ്ലാമിക രാജ്യമുള്ളിടത്താണ് അത് ബാധകട്ടം. 4 പുതു മുസ്ലിം. 5 മോചനപത്രം എഴുതിയ അടിമ, അതായത് ഉടമയായിട്ട് മോചനപത്രം എഴുതി പൈസ കൊടുക്കാനുള്ള അടിമ. 6 വീട്ടാൻ മാർഗമില്ലാത്ത കടമുള്ളവന്, മാർഗമൊന്നുമില്ല. 7 ശമ്പളം പറ്റാത്ത യോദ്ധാക്കൾ. 8 യാത്രക്കാർ. ഈ 8 ആളുകളാണ് സക്കാത്തിൻ്റെ അവകാശികൾ. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യം, സക്കാത്ത് വിതരണത്തിൻ്റെ ഷർത്തുകൾ എത്രയാണ്? 2 ഉള്ളത്. 1 നിയ്യത്ത്, 2 അവകാശികൾക്ക് നൽകുക. ഓക്കെ. ഇനി താഴെ ഒരു ചോദ്യമുണ്ട്, സക്കാത്തിൻ്റെ സാമൂഹിക നേട്ടങ്ങൾ എന്ന വിഷയത്തിൽ പ്രബന്ധം തയ്യാറാക്കുക. അതിനെക്കുറിച്ച് ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിവിടെ സക്കാത്ത് ശരിയായ രീതിയിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ ലോകത്ത് ദാരിദ്ര്യമോ സാമ്പത്തിക മാന്ദ്യമോ ഉണ്ടാവില്ല. അങ്ങനെ പോയിൻ്റാക്കി 2-3 പോയിൻ്റുകൾ പഠിച്ചിരിക്കയിൽ. ശുദ്ധീകരണം എന്നാണ് സക്കാത്തിൻ്റെ ഭാഷാർത്ഥം. സമ്പത്തിനും മനസ്സിനും പ്രവർത്തനത്തെയും അത് ശുദ്ധീകരിക്കുന്നു. സമൂഹത്തിൽ സ്നേഹവും കെട്ടുറപ്പും ഉണ്ടാക്കുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുകയും സാമ്പത്തിക സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. യാചന പോലെയുള്ള കാര്യങ്ങളെ അത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് അതിൽ മനസ്സിലാക്കേണ്ടിയും, 1 സക്കാത്ത് ശരിയായ രീതിയിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ ലോകത്ത് ദാരിദ്ര്യമോ സാമ്പത്തിക മാന്ദ്യമോ ഉണ്ടാവില്ല. പോയിൻ്റ് 1. പിന്നെ താഴേക്കട് വന്നിട്ട് സമൂഹത്തിൽ സ്നേഹവും കെട്ടുറപ്പും ഉണ്ടാക്കുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുറക്കുന്നു. സാമ്പത്തിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. യാചന പോലെയുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കുന്നു. അങ്ങനെ ഒരു 3-4 പോയിൻ്റിൽ പ്രത്യേകിച്ച്